ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ നിങ്ങൾ ഇടയ്ക്കിടെ ഇതുപോലെ സാലഡ് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാലഡാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഇവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറിലാണ് ഞാൻ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ബട്ടർ മെൽട്ടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇത് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹാർഡായി പോയിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു കളർ മാറി പിങ്കിഷ് കളർ മാറിയിട്ട് ഇതുപോലെ വൈറ്റ് ആവുന്ന വരെ. പിന്നെ നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുത്താൽ മതി. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും അടച്ചു വെച്ചാൽ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സിങ് തയ്യാറാക്കിയെടുക്കാം. ഈ പാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറൊരു സംഭവം കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ യോഗട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ യോഗട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡറും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഡ്രസ്സിങ് റെഡി കേട്ടോ. ഈ ഡ്രസ്സിങ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സെയിം പാനിൽ തന്നെ 1 ടീസ്പൂണും കൂടി ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ ഒരു വെജീസാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു പച്ചച്ചുവ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പോളം ക്യാബേജും 1 ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒരുപാട് അങ്ങ് വാടി പോവേണ്ട. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. വെജീസ് എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പൈനാപ്പിളാട്ടോ ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ്. ആപ്പിൾ ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ് ചേർത്ത് കൊടുക്കട്ടെ. ചിലപ്പോൾ മയണൈസൊക്കെ ചേർത്തുള്ള ഡ്രസ്സിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. എങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ കിട്ടില്ല ടേസ്റ്റിലുള്ള ഈ ഒരു ചിക്കനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാലഡ് റെഡി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.